എന്താണ് കുടുംബജീവിതം? എന്താണ് കുടുംബജീവിതം? എന്താണ് ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് പറയുകയാ, കല്യാണം കഴിച്ചവരുണ്ട്, കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, ഞാനും നിങ്ങളും അതാ ഭാര്യയുള്ളവരാ, മക്കളുള്ളവരാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ ഖുർആനിലൂടെ പറയുകയാ, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, സന്തോഷത്തോടെ ജീവിച്ചു കഴിഞ്ഞാ അവർക്ക് സ്വർഗമുണ്ടെന്ന് മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, എന്താണ് ഭാര്യ എന്ന് പറയുന്നത്? എന്താണ് ഭർത്താവ് എന്ന് പറയുന്നത്? നമ്മളിൽ പലരും പറയുമല്ലോ, ഉസ്താദേ വീടിന്റെ അകത്ത് അടുക്കളയിൽ പാചകം ചെയ്യാനുള്ളവളല്ലേ നമ്മുടെ ഭാര്യമാരെന്ന് പറയുന്നവരോട് പറയുകയാ, ഇല്ല ഇല്ല, അല്ല അല്ല, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു അതാ പറയുകയാ, ലിതസ്കുനൂ ഇലൈഹാ. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ സമാധാനം വരുന്നതാർക്കാ? ലിതസ്കുനൂ ഇലൈഹാ, ലിതസ്കുനൂ ഇലൈഹാ. ഭാര്യയുടെ മുഖത്തിലേക്ക് നോക്കുമ്പോ സമാധാനം അൽഹംദുലില്ലാഹ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി പറയാ, ലിതസ്കുനൂ ഇലൈഹാ. അവരിലേക്ക് നോക്കുമ്പോ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അവരിലേക്ക് നോക്കുമ്പോ ഒരു മനസ്സമാധാനം, ഒരു തൃപ്തി നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരാൻ കഴിയണം. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിന്റെ അടുത്ത് ചിറ്റാറ്റുകര എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് അവിടെയാണ് ആദ്യമായിട്ട് ഇമാമായിട്ട് കയറണം. അപ്പൊ ഇമാമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പരിപാടിയൊക്കെ കുറച്ചിങ്ങനെ തുടങ്ങി വന്ന സമയത്ത് ഞാന് എല്ലാ ദിവസവും വയന്ന് കഴിഞ്ഞ് വന്ന് പള്ളിയിലോട്ട് കയറുമ്പോ ആ പള്ളിയുടെ ഗേറ്റിന്റെ വാതിക്ക് ഒരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ ഒരു ചെറുപ്പക്കാരൻ, വലിയ പ്രായമൊന്നുമില്ല, ഒരു 30-32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആ പള്ളിയുടെ വാതിക്ക് എപ്പോഴും ഉണ്ടാവും. രാത്രി 12 മണിയാലും പോകില്ല, 1 മണിയാലും പോകില്ല, 2 മണിയാലും പോകില്ല. അപ്പൊ എന്റെ വിചാരം എന്താ, ഇനി പള്ളി കമ്മിറ്റിക്കാർ, ഇനി പള്ളിയിൽ ഉസ്താദന്മാർ എവിടേക്കാണോ പോണേ, ഏത് സമയത്താണോ വരണേ എന്ന് നോക്കാൻ വേണ്ടി ചിലപ്പോ ഏൽപ്പിച്ച ആളായിരിക്കണം ഞാൻ കരുതി. അങ്ങനെ കുറെ ഇങ്ങനെ കഴിഞ്ഞപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് അവനോട് ചോദിച്ചു, ഇടാ നീ എന്താ വീട്ടിൽ പോകാത്തെ? കല്യാണം കഴിഞ്ഞില്ലേ, മക്കളില്ലേ, ഭാര്യയില്ലേ, കുടുംബമില്ലേ, എന്താ വീട്ടിലേക്ക് പോകാതെ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സങ്കടപ്പെട്ടുകൊണ്ട് പറയും, സാറേ ഭാര്യയുണ്ട് സാറേ, മക്കളുണ്ട് സാറേ, പക്ഷെ പോകാൻ തോന്നണില്ല സാറേ, വീട്ടിലേക്ക് പോകാൻ തോന്നണില്ല സാറേ. ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചാൽ എന്താ പോകാത്ത കാരണം എന്താ? സാറേ പോകുമ്പോ ഓളുടെ മുഖം കൊണ്ട് കണ്ടു കഴിയുമ്പോ അടിവരിൽ നിന്ന് പെരുത്ത് കയറുമെന്ന് പറയണ എത്രയോ ചങ്ങാതിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നോടൊരു പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ, ഭർത്താവ് മരിച്ചു പോകാൻ വേണ്ടി ദ്വാരക്കണം ഉസ്താദേ, എന്താ പറഞ്ഞേ, ഭർത്താവിനെ അസറായിൽ പിടിക്കാൻ വേണ്ടി ദ്വാരക്കണം ഉസ്താദേ, ചങ്ങാതി കള്ളാണ്, കഞ്ചാവാണ്, MDMA ആണ്, വീട്ടിൽ വന്ന് അടിച്ചിട്ട് എന്റെ ശരീരം മുഴുവനും വേദനിക്കുകയാണ്, ഒന്ന് ചത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരി കരഞ്ഞുകൊണ്ട് പറയുമ്പോ, വിവാഹം ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടിയാ. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ കല്യാണം കഴിഞ്ഞതിന് ശേഷം സമാധാനം ഇല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം സമാധാനം ഇല്ല, വിവാഹം ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്, എന്നാൽ കല്യാണം കഴിച്ചതിന് ശേഷം സമാധാനമില്ല, സമാധാനം ഇല്ല, വീട്ടിൽ സന്തോഷമില്ല, ബറക്കത്തില്ല. ചില ആളുകളൊക്കെ പറയും, സാറേ സ്വന്തമായിട്ട് വലിയ വീടുണ്ട് സാറേ, ആ വീട്ടിൽ ബറക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 10 ലക്ഷവും 15 ലക്ഷവും 50 ലക്ഷവും 1 കോടി 2 കോടിയുടെ ഒക്കെ വീടുണ്ട്, വീട്ടിൽ സമാധാനമില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വീടെന്ന് പറഞ്ഞാൽ സമാധാന എന്ന് പറഞ്ഞതുപോലെ നബിതങ്ങൾ പറയാ, ഭാര്യ എന്ന് പറഞ്ഞാൽ സമാധാനം. എന്നാൽ ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് സമാധാനമൊക്കെ ആയിരുന്നു, കല്യാണം കഴിച്ചതിന് ശേഷം സമാധാനം ഇല്ല, സമാധാനം ഇല്ല, സമാധാനം ഇല്ലെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, നബി തങ്ങൾ പറയാ, 3 കാര്യങ്ങൾ ഒരാൾ അവരുടെ ജീവിതത്തിൽ ചെയ്താൽ അവരുടെ കുടുംബ ജീവിതത്തിൽ സമാധാനമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ നിങ്ങൾക്ക് സന്തോഷം വരണമെങ്കിൽ നബി തങ്ങൾ പറയാ, 3 കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ അവരുടെ കുടുംബ ജീവിതത്തിൽ ചെയ്താൽ അവർക്ക് അൽഹംദുലില്ലാഹ് മനസ്സമാധാനമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ഇത് ഉപകാരം. കല്യാണം കഴിച്ചവർ പറയും ഉസ്താദേ ഈ 3 കാര്യം ഇനി പറ്റൂല. പക്ഷേ അതിനൊരു ബദല്, അതിനൊരു മാർഗമുണ്ട്. അല്ലാഹു പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ജീവിതത്തിൽ സമാധാനം വരാൻ, ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ സമാധാനം വരാനുള്ള 3 കാര്യങ്ങൾ ഏതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലേക്ക് കടന്നു വരികയാ. ആയിരക്കണക്കാന സഹാബത്തിനോട് പറയുകയാ, സഹാബാ കല്യാണം കഴിച്ചതിന് ശേഷമുണ്ടല്ലോ സമാധാനം വേണോ? സഹാബിമാര് നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ് സമാധാനം വേണം നബിയേ. നബി തങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യാൻ പറയുകയാ. കല്യാണം കഴിക്കുന്നവരെ, കല്യാണം കഴിഞ്ഞു പോയവരെ, കല്യാണ പ്രായമാകുന്നവരെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, സഹോദരങ്ങളോട് പറയുകയാ, ഇവിടെ ഇരിക്കുന്ന വാപ്പമാരോട് പറയുകയാ, വീട്ടില് കല്യാണം കഴിക്കാൻ പ്രായമുള്ള മക്കളുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കൊള്ളുക. മഹാനാകുന്ന നബി തങ്ങൾ പറയുകയാ, പെണ്ണ് നോക്കുമ്പോ ദീന് പരിഗണിക്കുന്നവരാരാ? പെണ്ണ് നോക്കുമ്പോ ശ്രദ്ധിക്കുന്നവരാരാ? അവരുടെ കുടുംബ ജീവിതത്തിൽ സമാധാനമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണ് നോക്കുമ്പോ, കല്യാണം നോക്കുമ്പോ ശ്രദ്ധിക്കണവരാരാ? അൽഹംദുലില്ലാഹ് അതിൽ ശ്രദ്ധ പുലർത്തിയാൽ അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, നമ്മളൊക്കെ പെണ്ണ് കാണാൻ പോയരാ, എന്നിട്ടായിരിക്കും ഈ കല്യാണം ശരിയാകുക, എന്നിട്ടായിരിക്കും ഈ കല്യാണം എന്ന് പറഞ്ഞ സാധനം ശരിയാകുക. ചില ആളുകളുണ്ട് റബ്ബേ, പെണ്ണ് കാണാൻ പോണത് തൊട്ടപ്പുറത്തെ വീട്ടിലെ മൂത്താപ്പ ഉണ്ടാവും, അയൽവക്കത്തിലെ താത്ത ഉണ്ടാവും, കൊച്ചാപ്പ ഉണ്ടാവും, വല്യാപ്പ ഉണ്ടാവും, കൂട്ടുകാരുണ്ടാവും, കൂട്ടുകാരന്റെ കൂട്ടുകാരുണ്ടാവും. ഇങ്ങനെ ഒരു സെറ്റായിട്ട് പോയിട്ട് ഇങ്ങനെ പോയിട്ട് പെണ്ണിനെ കാണുന്നവരുടെ അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. 3 കാര്യം ശ്രദ്ധിക്കണം. പെണ്ണ് നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കാൻ കഴിയണം. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അവൾക്ക് ദീനുണ്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പരിഗണിക്കാൻ കഴിയണം. അവർക്ക് സമ്പത്തുണ്ടോന്നോ കാറുണ്ടോന്നോ. ചില ആളുകളുണ്ട് ഒരു 26-27 വയസ്സായി കഴിഞ്ഞാൽ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും. എന്താ സെർച്ച് ചെയ്യാ? ഇന്ന വണ്ടിക്ക് എത്ര മൈലേജ്, ഇന്ന കാറിന് എത്ര മൈലേജ്. നമ്മൾ ഈ പ്രത്യേകിച്ച് കായംകുളം, ആലപ്പുഴ ജില്ലയിൽ കായംകുളം കഴിഞ്ഞിട്ട് ഈ തെക്കൻ ജില്ലകളിലോട്ട് പോയി കഴിഞ്ഞാൽ കല്യാണം കഴിച്ചാൽ ചെറുക്കൻ എന്തായാലും ഒരു കാർ ഫ്രീ ആണ്. കല്യാണം കഴിഞ്ഞാൽ ചെറുക്കൻ എന്തായാലും കാർ ഫ്രീ ആ. അത് ഈ അമ്മായപ്പൻ എങ്ങനെ കൊടുക്കുക? EMI ഇട്ടിട്ടാ കൊടുക്കുക. എന്നിട്ട് ഈ ചങ്ങാതി അടക്കാൻ വേണ്ടി പാടുന്നു വിടുന്ന ഒരു പെടലുണ്ട്. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. കല്യാണം ആലോചിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ കഴിയണം. പെണ്ണ് കാണാൻ പോകുമ്പോ ഒരുപാട് ആളുകളായിട്ട് പോകാൻ പാടില്ല. അപ്പൊ ഞാൻ എന്റെ പെണ്ണ് കാണാൻ പോയത്, ഞാനും നമ്മുടെ സലീം ഉസ്താദും കൂടെ പോയി. ദുനിയാവിൽ ആരും പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ചോറ് വെച്ചിട്ടുണ്ടാവില്ല. ഞാൻ സലീം ഉസ്താദ് പെണ്ണ് കാണാൻ പോകും ചെയ്ത് അവിടെ ചോറും കഴിച്ച് അൽഫാത്തിയും വിളിച്ചിട്ടാണ്. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയണത് 3 കാര്യം ശ്രദ്ധിക്കണം. 1, പെണ്ണ് നോക്കുമ്പോ അവരുടെ ദീൻ എന്റെ പ്രിയപ്പെട്ടവരെ പരിഗണിക്കാൻ കഴിയണം. എന്നാൽ അൽഹംദുലില്ലാഹ് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ ലിതസ്കുനു ഇലൈഹാ അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ.